ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ News18 എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ, കൂതറ ചാനൽ എന്ന് പറഞ്ഞാൽ ഇത്രയും കൂതറ ചാനൽ വേറൊരു ചാനൽ. അതിൻ്റെ കൂതറ ചാനൽ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം അതിൽ സിനിമയെ കുറിച്ചുള്ളൊരു വാർത്ത ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഇപ്പോൾ അവർ വീണ്ടും 5 മണിക്കൂർ മുമ്പ് ഫുള്ളായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുമ്പ് അതിൽ അവർ കുറച്ച് ഭാഗം മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഫുള്ളായിട്ടുള്ള ഭാഗം അവർ ഇറക്കിയിരിക്കുകയാണ്. അതിലെ News18 ചാനലിലെ അവതാരകൻ കൊണ്ടിരുത്തിക്കുന്നത് ഏത് മുതലിനാണെന്നറിയും? മലയാള സിനിമയിലെ നാരദൻ, ഇൻ്റർനാഷണൽ നാരദൻ എന്നറിയപ്പെടുന്ന പെല്ലിശ്ശേരിനാണ് കൊണ്ടിരുത്തിയുള്ളത്. പെല്ലിശ്ശേരിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ പെല്ലിശ്ശേരിയോട് ചോദ്യം ചോദിക്കും. പെല്ലിശ്ശേരിക്ക് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സിനെയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ മമ്മൂട്ടിയുടെ മേൽ കാരണം എല്ലാവർക്കും അങ്ങനെയാണ്. എല്ലാവർക്കും ഇത് ഇന്നും നിലനിർത്തി. മോഹൻലാലിനല്ല, സാധാരണ ഞാനൊക്കെ മോഹൻലാലിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ പറഞ്ഞു നിനക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നീ മോഹൻലാലിനെ പറയുന്നത്. പക്ഷെ അല്ല, ഒരിക്കലുമല്ല. പണ്ടേ മുതൽ എല്ലാവരും മമ്മൂട്ടിയുടെ മേലാണ് കയറുക. ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടിക്കൊരു എന്താ പറയുക, ഒരു പേരും പ്രശസ്തിയില്ല, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഒന്നുമില്ല എങ്കിൽ ആരെങ്കിലും പറയുമോ? ഇവിടെയുള്ള എത്ര വലിയ നടന്മാരെ കുറിച്ചിട്ട് ഇവിടെ എത്ര നടന്മാർ വന്നിട്ട് അവരെ കുറിച്ച് ആരെങ്കിലും പറയണ്ട. പക്ഷേ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറഞ്ഞ പോലെ മമ്മൂട്ടീനെയാണ് എപ്പോഴും. ഇങ്ങനൊരു ജീവിതത്തിൽ ഇത്രയധികം ക്രൂശിലേറ്റപ്പെട്ട ഒരു നടൻ ലോകത്തിലുണ്ടാവില്ല മമ്മൂട്ടിയെ പോലെ. ആൾക്കൊരു വിഷമമില്ല. ആളെ പറഞ്ഞ പോലെ ഒന്നും ഇപ്പോൾ ഫീൽഡിലില്ല. ആൾക്ക് പാര വെച്ചുള്ള ഒരൊറ്റ ആളില്ല സിനിമയിൽ, മലയാള സിനിമയിലില്ല ഇന്ന്. അത് ഇത്രയും 10-40 വർഷത്തിന് മുകളിലായിട്ട് അദ്ദേഹത്തിന് ഡൈഹാർഡ് ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ പറയണം, ഒരൊറ്റ ആളില്ല. ഒക്കെ ഫീൽഡിൽ നിന്ന് പോയി. അപ്പോൾ ആകെ കൂടി ആളുടെ കൂടെ ഉള്ള ഒരാൾ, അന്നും ഇന്നും ഉള്ള ഒരാൾ മോഹൻലാലാണ്. പക്ഷെ മോഹൻലാൽ, എൻ്റെ 40 വർഷത്തെ എക്സ്പീരിയൻസിൽ മോഹൻലാൽ ഒരിക്കലും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പാരവെപ്പും പബ്ലിക്കായിട്ട് നടത്തിയത് എനിക്കറിയില്ല. കാരണം അതിൻ്റെ ആവശ്യം ആൾക്കില്ല. ആളുടേതായ വഴി വെട്ടിത്തെളിച്ച് പോകുന്ന ആളാണ്. രണ്ടുപേരും രണ്ട് ശൈലി, രണ്ടുപേർക്കും വലിയ പാരയ്ക്കൊന്നും നിന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ചെറുതൊക്കെ ആയിട്ടുണ്ടായിരിക്കാം, പക്ഷേ വലിയ രീതിയിലുള്ള പാരവെപ്പും കാര്യങ്ങളൊന്നും ഇല്ല. രണ്ടുപേരും രണ്ട് ശൈലി ആയതുകൊണ്ട് രണ്ട് വഴിക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും ഇപ്പോഴും നിൽക്കുന്നത്. രണ്ടുപേരും വേറെ രീതിയാണ്, അഭിനയമാണ്, എന്താ പറയുക, അല്ലാതെ രണ്ടുപേരും ഒരേ രീതിയിലുള്ള കഴിവുള്ളവരാണെങ്കിൽ ആണ് പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ എന്ന രണ്ട് ധ്രുവങ്ങളാണ് മലയാളത്തിലുള്ളത്. അവർ രണ്ടുപേരും കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ നല്ല സിനിമ വന്നാൽ മറ്റാൾ നല്ല സിനിമ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ മറ്റാൾ വേറെ സിനിമ, അങ്ങനെ അവർ കോമ്പറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴും അവർ നല്ല ബന്ധമാണ്. ഇപ്പോഴും അവർ ഒരുമിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ, മോഹൻലാലിന് കുറേ പ്രശ്നങ്ങൾ ഇതിൽ ഞാൻ ഇങ്ങനെ വീഡിയോ പറയുമ്പോൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പറയുമ്പോൾ. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും മോഹൻലാലിന് കുറേ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കുറേ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഇതുപോലെ അന്നൊക്കെ ഓടി വന്ന് മോഹൻലാലിനൊന്നും നിങ്ങൾ പറയരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടിയാണ്. കുറേ സംഭവം, മറ്റേ ലാലിസം എന്ന് പറഞ്ഞ പ്രോഗ്രാം, കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അവിടെയൊക്കെ രക്ഷകനായിട്ട് വരിക, സംസാരിക്കുക മമ്മൂട്ടിയാണ്. എന്ത് സിനിമ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സിനിമ എമ്പുരാൻ്റെ ലോഞ്ചിങ്ങിനായാലും മമ്മൂക്കയാണ് വിളിക്കാറ്. ഇപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് സിനിമ ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് വെറുതെ വഴക്കിട്ടാലും ഇവർ ചങ്ക് ഫ്രണ്ട്സാണ്. നമുക്കതെല്ലാവർക്കും അറിയാം. ഈ മമ്മൂട്ടി മോഹൻലാൽ നമ്മൾ പറയുമ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം അവർ ചങ്കുകളാണെന്നുള്ളത്. നമ്മളൊന്നും അവരറിയുന്നില്ല. അവരെ എത്ര അടുപ്പുള്ള ആൾക്കാരാണ് നമുക്കത് അറിഞ്ഞൂടാ. നമ്മൾ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ പറയുന്നത് അവരത്രയും അടുപ്പുള്ള ആൾക്കാർ. ഒരു മിനിറ്റിൽ ഒരു വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്ന ആൾക്കാർ, ഒരു പരിചയമില്ലാത്ത നമ്മൾ വായു പിടിക്കുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. സിനിമയിലും രാഷ്ട്രീയമായാലൊക്കെ നമുക്ക് രാഷ്ട്രീയം താല്പര്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നു. അതുപോലെ ഇവർ രണ്ടുപേരും സ്നേഹിക്കുന്നു. കൂടുതൽ മമ്മൂക്കയെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് മാത്രം. അല്ലാതെ മോഹൻലാലിനെ ഒരു തരിമ്പ് പോലും ഇഷ്ടക്കുറവില്ല. കുറച്ചൊരു പൊടിക്ക് മമ്മൂട്ടി ഇഷ്ടം. ഇനി കാര്യത്തിലേക്ക് വരാം. അപ്പോൾ പല്ലിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരദനാണ് പണ്ടം മുതൽ. അതായത് അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ പണ്ടം മുതൽ ഈ നാന അങ്ങനെയുള്ള സിനിമാ വാരികളിൽ അവിടെ ഇന്നത്തെ പോലെ ഒന്നല്ല. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെയൊന്നും മോശമായിരുന്നു പറഞ്ഞു. പണ്ട് എങ്ങനെയാണെങ്കിൽ അവർ പച്ചയ്ക്ക് എഴുതും, വൃത്തികേടുകൾ എഴുതും. ഇവരൊക്കെ മോഹൻലാലിന് ആ നടിയായിട്ട് ബന്ധമുണ്ട്, മമ്മൂട്ടിക്ക് ഈ നടിയായിട്ട് ബന്ധമുണ്ട്, ഇവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഒരു പബ്ലിക്കായിട്ട് എഴുതുവരെ ചോദിക്കാനും പറയാനൊന്നും ആർക്കും ധൈര്യമില്ല അന്നത്തെ കാലത്ത്. അന്നത്തെ ഈ ഞാനും നിങ്ങൾ പണ്ടത്തെ ഇതിൽ വീഡിയോ കാണുന്ന ഞങ്ങളെപ്പോലുള്ള തന്ത വൈബുകൾ, നിങ്ങളുടെ പുതിയ ആൾക്കാരുടെ ഭാഷയിലാണെങ്കിൽ തന്ത വൈബുകൾ അന്ന് വായിച്ചിരുന്ന ഈ നാനി വെള്ളി നക്ഷത്രത്തിലൊക്കെ പെണ്ണ് കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവരാരും അതിനെപ്പറ്റി പറയാൻ പോകാറില്ല. അന്ന് മമ്മൂട്ടിയുടെ നായികമാരായിട്ട് അഭിനയിക്കുന്ന നായികമാരെക്കുറിച്ചും
മോഹൻലാലിൻ്റെ നായികന്മാരായിട്ട് അഭിനയിക്കുന്ന നടികളെക്കുറിച്ചൊക്കെ ഇവർക്ക് പബ്ലിക്കായിട്ട് ഇവർ എഴുതും, ഒന്നും ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു. ഇന്നാണ് പിന്നീട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനൊക്കെ കൂടെ സാധ്യതയുള്ളത്. അപ്പോൾ അതേപോലെ എഴുതിയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ അത്രയും ക്വാളിറ്റി ഉള്ളൂ. ഈ പല്ലിശ്ശേരി ആളുടെ സംസാര രീതി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ് ആൾ. അപ്പോൾ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതാണ്, വടക്കൻ വീരഗാഥയിൽ ഹരിഹരന് മമ്മൂട്ടിനെ സജസ്റ്റ് ചെയ്ത് കൊടുത്തത് പല്ലിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ പല്ലിശ്ശേരിയാണ് മമ്മൂട്ടിക്ക് ഒരു റീബർത്ത് കൊടുത്തതും ഇത്രയും വലിയ സ്റ്റാറാക്കി കൊടുത്തതും പല്ലിശ്ശേരിയാണ്. അല്ലെങ്കിൽ ഈ വടക്കൻ വീരഗാഥയിൽ ഹരിഹരനും MT വാസുദേവൻ നായരും നായകനായിട്ട് ചെയ്യാൻ ആലോചിച്ചിരുന്നത് കുതിരട്ടം പപ്പുവിനെ അല്ലെങ്കിൽ മാമുക്കോയിനൊക്കെ ആയിരുന്നു. ഇവർ പറഞ്ഞത് കൊണ്ടാണ് മമ്മൂട്ടിക്ക് ആ റോൾ കൊടുത്തത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആൾ പറയുന്നത്. അപ്പോൾ ആ സിനിമ വന്നു കഴിഞ്ഞ് ഇത്രയും വലിയ വിജയം നേടി ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് മമ്മൂട്ടി വിളിച്ച് ചോദിച്ചു ഇത്രയാണ് ഏത് വാരികയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ട്. പല്ലിശ്ശേരി പറഞ്ഞിട്ടാണ് മമ്മൂട്ടിക്ക് വടക്കൻ വീര. ഞാൻ അത്ര നാളെ കേട്ടിട്ടില്ല ഈ സംഭവം. ഞാൻ അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ മുമ്പിൽ വെറുതെ ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നുമല്ല. ഞാൻ ഇത്രയും കൊല്ലമായിട്ട് വടക്കൻ വീരഗാഥ വരുമ്പോൾ എനിക്ക് 10-20 വയസ്സുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ സിനിമയെ കുറിച്ച് നല്ല അറിവുള്ള ആളാണ്. അതായത് ആ സമയത്ത് സിനിമ സെറ്റുകളിലും പോക്കും ഫുൾ സിനിമ നമുക്ക് പിന്നീടാണ് ജീവിത പ്രാരാബ്ദങ്ങൾ വന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ പോകാത്തത്. അന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ജീവവായുവാണ്. ഒരു സിനിമ തന്നെ 5 പ്രാവശ്യം 10 പ്രാവശ്യം 20 പ്രാവശ്യം 30 പ്രാവശ്യം കാണുന്ന അങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച് നടക്കണം. അതുപോലെ തന്നെ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കുന്ന ആളുകളാണ്. ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ഈ കഥ. ഇയാൾക്ക് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്, ഇയാളാണ് വാങ്ങിച്ചു കൊടുത്തതെന്നും അയാൾ അത് കഴിഞ്ഞാൽ മമ്മൂട്ടി ചോദിച്ചു നാഷണൽ അവാർഡ് കിട്ടിയത് ഞാൻ പല്ലിശ്ശേരി കാരനാണെന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തള്ളി മറക്കുന്നുണ്ട്. അത് ഈ ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനലിലാണെന്ന് ആലോചിക്കുമ്പോൾ വിഷമം വരുന്നു. സാധാരണ ഒരു ചാനൽ നമ്മളെ പോലെയുള്ള ചാനൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ചാനലിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ന്യൂസ് 18 എന്നൊക്കെ വലിയ ചാനലിൽ കൊണ്ടിരുത്തിയ മുതൽ എന്തായാലും ബെസ്റ്റ് മുതലിനെ കൊണ്ടിരുത്തിയാണ്. അപ്പോൾ പെല്ലിശ്ശേരി 50 പൈസയുടെ ഡാവാണെന്ന് 50 പൈസയ്ക്ക് ആത്മി 50 പൈസയുടെ ഡാവ്, അങ്ങനെയാണ് തൃശ്ശൂർ ഭാഷ. അപ്പം 50 പൈസ എന്ന് പറഞ്ഞാൽ അത്രയും മോശം എന്നാണ് അർത്ഥം. എടുക്കാത്ത പൈസയാണ് ഇപ്പം 50 പൈസ ഒന്നും എടുക്കില്ല. അത് കാരണം തൃശ്ശൂർ ഭാഷയാണത്. 50 പൈസയ്ക്ക് ആത്മി 50 പൈസയുടെ ഗഡി ആണ് ഇപ്പോൾ ആൾ. പണ്ടും ആണ് 50 പൈസയുടെ ഗഡി തന്നെയാണ്, ഇപ്പോഴും 50 പൈസയുടെ ഗഡിയാണ്. അപ്പോൾ അയാൾ പറയുന്നതൊന്നും ആരും കേൾക്കണ്ട, വിശ്വസിക്കേണ്ട. പക്ഷേ ഈ ന്യൂസ് 18 എന്തുകൊണ്ടാണ് അയാളെ കൊണ്ടിരിക്കുകയെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമമാവുന്നു. അതേപോലെ തന്നെ മറ്റൊരു 50 പൈസയ്ക്ക് ആത്മീയാണ് ആര്, ദിനേശൻ. ഇവർ രണ്ടുപേരും ഒരു നുഖത്തിൽ കെട്ടി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൊക്കോളും. ഇവർ രണ്ടുപേരും സൈഡിലേക്ക് ഒരു വലിവ് പോലും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നമുക്ക് പാടത്ത് കൂട്ടാൻ പറ്റും. ദിനേശനും ബംഗ്ലാവിലെ ഔദ എന്ന ഓസ്കാർ സിനിമ സംവിധാനം ചെയ്ത നാഷണൽ അവാർഡൊക്കെ 10-20 പ്രാവശ്യം 21 കിട്ടിയിട്ടുള്ള ദ ഗ്രേറ്റ് ഡയറക്ടർ ഇൻ ദ വേൾഡ് ദിനേശൻ, ശാന്തിവിള ദിനേശൻ. അതേപോലെ തന്നെ പല്ലിശ്ശേരി. രണ്ട് പുലികൾ, എന്താ പുലികളുടെ ചാട്ടം അല്ലേ. നിങ്ങളങ്ങനെ ചാടല മക്കളെ തന്തോളെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും സൈനിങ് ഔട്ട്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓക്കെ.